ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് ജസ്റ്റ് ചെയ്യാൻ ഒറക്കിൾ മെസ്സേജസ് മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, ഇന്ന് നോക്കാൻ പോകുന്നത്, എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മുടെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുന്നുണ്ടോ, നമ്മുടെ എന്താ പറയുക, മനസ്സറിയുന്നുണ്ടോ ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ ആയിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നത് നിങ്ങളോട് നോക്കാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ, നിങ്ങളുടെ കൂടെ ഉണ്ടോ, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ. ഞാൻ ടോപ്പിക് അങ്ങനെ വയ്ക്കാം, യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, നിങ്ങളെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ മെയിൻ ചോദ്യം. അതാണ്, കേൾക്കാതിരിക്കില്ല എന്നാലും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മെസ്സേജ് ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, പൊളിറ്റിക്സ്, ലേസിനെസ്, ഐസൊലേഷൻ, സ്ട്രെസ് ആൻഡ് ഒന്നുകൂടി അലോൺനെസ്, മൈൻഡ്, എക്സിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ ഫുൾ നിങ്ങളുടെ മൈൻഡിൽ ടെൻഷൻസ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതായത് ഒന്ന്, നിങ്ങൾ പൊളിറ്റിക്സിൽ പെട്ടിരിക്കുന്നതായിട്ട്, അതായത് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ചിലവർ പൊളിറ്റിക്സിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ. അതായത് നിങ്ങളുടെ മുമ്പിൽ വളരെ നല്ല വ്യക്തിയായിട്ട് കാണിക്കാം, പക്ഷെ പിന്നിൽ നിങ്ങളെക്കുറിച്ച് വേണ്ടാത്തത് പറയാം, അല്ലെങ്കിൽ നിങ്ങളെ ഇല്ലാത്തത് പറയാം, നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറഞ്ഞ പോലെ. അങ്ങനത്തെ അതിനെയൊക്കെ നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ അതിൻ്റെ ഒരു ഇരയാണ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓഫീസിലായിരിക്കാം, ഓഫീസിൽ നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ചെയ്യരുത്, നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളെ പോലും ഓക്കെ അതിന് നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടാതിരിക്കാൻ ഓക്കെ വേറെ ആരെങ്കിലും ഒന്ന് പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അർഹിക്കുന്ന പ്രൊമോഷൻ കിട്ടുന്നില്ല, സാലറി ഇൻക്രിമെൻറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള അപ്രീസിയേഷൻ കിട്ടുന്നില്ല, ആ രീതിക്കൊക്കെ. ഓക്കെ, അങ്ങനെ ആവാം. വീട്ടിലോ ഫാമിലിയിലോ എല്ലാം ഉണ്ടാവാം ഇങ്ങനെ. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന പോലെ. ഓക്കെ, ഫാമിലി നിങ്ങളെക്കുറിച്ച് വേണ്ടാത്ത പറയാം. നിങ്ങൾ എന്ത് ചെയ്താലും അവിടെ എന്തെങ്കിലും നിങ്ങളെ മുമ്പിൽ ചിലപ്പോൾ നിങ്ങളോട് വളരെ സൗഹൃദമായിട്ട് കാണിക്കുന്നുണ്ടാവും, നിങ്ങളെ വലിയ ക്ലോസ് ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ടാവും, പക്ഷെ അവർ പിന്നിൽ നിന്ന് നിങ്ങളെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. ഇവിടെ ലേസിനെസ് ഉണ്ട്. ലേസിനെസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങളുടെ എനർജി, നിങ്ങൾക്കിപ്പോൾ ലേസി ആയിട്ട് തോന്നുന്നുണ്ടാവും, അതായത് ഒന്നും ചെയ്യാൻ തോന്നാത്ത പോലെ. ഇതൊരു നെഗറ്റീവായിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം അത്രയും ബാക്കിയെല്ലാം നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ലേസിനെസ് തോന്നുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ ആവാം. ഓക്കെ, കാരണം ഐ തിങ്ക് നിങ്ങൾ മനസ്സും എടുത്തിട്ടാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, നിങ്ങൾ മനസ്സും എടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം വിഷമിക്കുമ്പോൾ, വേദനിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും ചെയ്യാനുള്ള താല്പര്യമില്ലാതെ ആവാം. ഓക്കെ, അല്ലാതെ ലേസിനെസ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ മടി എന്നാണ് പറയുക. മടിയല്ല ഇവിടെ എനിക്ക് മടി പിടിക്കുന്നുണ്ട്, യെസ്, പക്ഷെ ആ മടി വരുന്നത് നിങ്ങൾക്ക് വിഷമങ്ങളും സ്ട്രെസ്സും ഒക്കെ കാരണമാണ്. കാരണം നിങ്ങൾ അത്രത്തോളം മനസ്സും എടുത്തു സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും ചെയ്യണമെന്ന്, അത് മടിയെന്ന് മറ്റുള്ളവർ വേണമെങ്കിൽ പറയുമ്പോൾ ഞാൻ അതിന് മടിയെന്ന് വിളിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട്, ചെയ്യണം ചില കാര്യങ്ങൾ എന്നൊക്കെ, നിങ്ങൾ പ്ലാനൊക്കെ ചെയ്യും, പക്ഷെ ഒന്നും ചെയ്യാൻ നിങ്ങൾ എന്തും ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് ഒന്നുമില്ലെങ്കിൽ ഇടയിൽ വെച്ച് നിർത്തി വരിക, നമ്മൾ ഡിസ്ട്രാക്റ്റ് ആയിട്ട് പോവുക. എനിക്ക് മടി പിടിച്ച് ചിലപ്പോൾ പിന്നെ ചെയ്യുക എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുക. അതൊക്കെ നിങ്ങളുടെ മനസ്സ് മടുപ്പ് കാരണമാണ്, അല്ലാതെ ശരിക്കും വേണം വെച്ച് നിങ്ങളൊരു മടി പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ സ്ട്രെസ്സ് കാണുന്നത്, ഇത് പറയുന്നത് എന്താ അറിയോ, ഇത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ജഗിൾ ചെയ്യുന്നു എന്നാണ്. ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ജഗിൾ ചെയ്ത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട്. അപ്പോൾ ഇവിടെ ആ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്ത് അവസാനം നിങ്ങൾക്ക് മടുത്തു. ഓക്കെ, ആ സ്ട്രെസ്സ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്ത് മടുത്തിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നത്. ഐസൊലേഷൻ ഉണ്ട്. ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, തനിച്ചിരിക്കാൻ, ആക്ച്വലി രണ്ടും ഒരേ കാര്യമാണ് പറയുന്നത്, ഐസൊലേഷൻ ആൻഡ് അലോൺനെസ്. നിങ്ങൾ തനിച്ചിരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, തനിച്ചായ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, നിങ്ങളെ തനിച്ചാക്കി എന്ന് തോന്നുന്നുണ്ടാവാം. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയില്ല, ആരും നിങ്ങളുടെ കൂടെയില്ല, നിങ്ങൾക്ക് വേണ്ട ഫ്രണ്ട്സ് ചിലപ്പോൾ കൂടെ ഉണ്ടാവില്ല. ഓക്കെ, ആരോടും നിങ്ങൾക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ വേണം എന്ന് വിചാരിച്ചാൽ പോലും ഐ തിങ്ക് നിങ്ങൾ ഇപ്പോൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് തൽക്കാലം ആരോടും സംസാരിക്കണ്ട, എനിക്ക് തനിച്ചിരുന്നാൽ മതി, എനിക്ക് ആ മടി പിടിച്ച് ഇങ്ങനെ തനിച്ച് തൂങ്ങിയിരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി. കാരണം ഈ സ്ട്രെസ്സ് താങ്ങി നിങ്ങൾക്ക് മതിയായിട്ടാണ്. എനിക്കിപ്പോൾ അതാണ് മനസ്സിലാവുന്നത് ഇവിടെ. ഇങ്ങനെയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ സ്ട്രെസ്സ്
നമ്മൾ ഒരുപാട് ബേർഡൻ ക്യാരി ചെയ്തിട്ട് മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി കൂടി നിങ്ങളെടുത്ത് ചെയ്തിട്ടുണ്ടാവും, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവും. ഓക്കെ, അതൊക്കെ പക്ഷെ നമുക്ക് ഒരു പോയിന്റ് വരെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് മടുക്കും അല്ലേ? ആ മടുപ്പ് വരുമ്പോൾ അവസാനം ഐ തിങ്ക് ഇപ്പം നിങ്ങൾ ഈ ഒരു എനർജിയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് എന്താ നല്ലത് പറയുന്നത് നോക്കാം നമുക്ക്. നിങ്ങൾ ഈ ഒരു ലെവലിലാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും ഈ ദൈവത്തിനോട്, എനിക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരാൻ എന്താണ് വഴി, അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കോ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ലെറ്റ്സ് സീ. അബണ്ടൻസ്, ഓക്കെ, ദ ഡ്രീം, ക്രിയേറ്റർ, ഗോയിങ് വിത്ത് ദ ഫ്ലോ. Okay, and nothingness, that, oh, transformation, wow, nice, conditioning. ഓക്കെ, ഇവിടെ ആദ്യം പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് അബണ്ടൻസ് തരാൻ പോകുന്നുണ്ട് എന്നാണ്. ഓക്കെ, അബണ്ടൻസിലേക്ക് നിങ്ങളെ എത്തിക്കും. ഓക്കെ, എല്ലാവരും ചോദിക്കും ഇത് പറയുന്നുണ്ടല്ലോ എവിടെ, എനിക്കൊന്നും കാണാനില്ല. നിങ്ങൾക്ക് കാണുന്ന മുഴുവൻ ഈ ഒരു ശൂന്യത മാത്രമാണ്, നിങ്ങൾക്കൊന്നും കാണുന്നില്ല മുമ്പിൽ. ശരിയാണ്, എനിക്കറിയാം. പക്ഷെ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഏറ്റവും മിഡിൽ കാർഡുമാണ്. ഓക്കെ, നോക്കിക്കോളൂ. സോ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഈ പൊളിറ്റിക്സ് നിങ്ങളുടെ അടുത്ത് നടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, യൂണിവേഴ്സ് പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരും. ഓക്കെ, അത് നിങ്ങൾ ചിലത് പഠിക്കാൻ വേണ്ടി കൂടിയാണ്. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന എന്തൊരു കാര്യം, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എന്തൊരു കാര്യം, ഓക്കെ, നമ്മളെ മാറ്റാൻ വേണ്ടിയുള്ളതാണ്. നമ്മളിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങളെ ആരെങ്കിലും പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നു, അവിടെ എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യണം എന്നുള്ള ലെസനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അത് സഹിച്ച് നിൽക്കണോ അതോ അതിനെ റിയാക്ട് ചെയ്യണോ, അതിനെ മറ്റേ ആളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പോയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. വേറെ ആളെ ഹേർട്ട് ചെയ്യാൻ തിരിച്ച് അതേപോലെ ഹേർട്ട് ചെയ്യാനൊന്നും നോക്കരുത് നിങ്ങൾ. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. പ്രത്യേകിച്ച് ഈ ചാനൽ കാണുന്നവർ, നിങ്ങൾ എൻ്റെ സ്വന്തമായിട്ട് കണ്ട് ഞാൻ പറയുന്നതാണ്, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, പക്ഷെ എന്നാലും റിയാക്ട് ചെയ്യണം. അതെങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് നമുക്ക് ദൈവത്തിന് വിട്ടു കൊടുക്കാം, ദൈവം ഹാൻഡിൽ ചെയ്തോളും. ഓക്കെ, അവരെ ലെസൺ അവർക്ക് കിട്ടിക്കോളും. നിങ്ങൾ പക്ഷെ ഇതിൽ നിന്ന് എന്താ പഠിച്ചു മാറാനുള്ളത്, ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെയുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് നിങ്ങളിലൊരു മാറ്റമാണ് കൊണ്ടുവരുന്നത്, ട്രാൻസ്ഫോർമേഷനാണ് കൊണ്ടുവരുന്നത്. യൂണിവേഴ്സ് ആക്ച്വലി ചെയ്യുന്ന അതാണ്. ഇപ്പം നിങ്ങൾക്കൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നു, നിങ്ങൾ തനിച്ചായി, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വയ്യ, എനിക്ക് ഈ ഹാൻഡിൽ ചെയ്ത് മതിയായി, എന്നെ പിന്നിൽ നിന്ന് കുത്തി എനിക്ക് അവസാനം എന്താ പറയുക, ഞാൻ ചിരിക്കുന്നത് നിങ്ങളെ കളിതാക്കിയിട്ടില്ല, പക്ഷെ നമ്മുടെ അവസ്ഥ ആലോചിച്ച് ചിരിച്ചു പോവാണ് ഞാൻ. അത്രയും നമ്മൾ ആ ഒരു ടോട്ടലി ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ, ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള സമയമാണ്. ഓക്കെ, നിങ്ങളിൽ ചേഞ്ചസ് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, അവർ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയോ വേറെ എന്തെങ്കിലും ചെയ്തോ, നിങ്ങളെ കുറ്റം പറഞ്ഞോ, നിങ്ങളെ ഇല്ലാത്തത് പറഞ്ഞോ, മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത്, നിങ്ങളുടെ കർമ്മ നിങ്ങൾ ചെയ്തുകൊണ്ട് പോവുക, നിങ്ങളുടെ കടമകൾ നിങ്ങൾ ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇനി എടുത്ത് നിങ്ങൾ അതിലേക്ക് ഫോക്കസ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ മാറ്റിവെച്ച കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. അവനവനിലേക്ക് ഫോക്കസ് കൊണ്ടുവരാം. നിങ്ങളുടെ സ്വന്തം ഡെവലപ്മെന്റിലേക്ക് ഫോക്കസ് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഡ്രീംസ് ഉണ്ട്. ഒന്ന് ഇവിടെ റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് കാണുന്നത്, അതുപോട്ടെ. അതല്ലെങ്കിലും നിങ്ങളെ സ്നേഹിക്കാൻ ഒരാൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും എന്ന് പറയാം. ഓക്കെ, ചിലവർക്ക് അതുണ്ട് ഇവിടെ. അല്ലാത്തവർക്ക് നിങ്ങളുടെ ഡ്രീംസ് ഫോളോ ചെയ്യുക, സ്വപ്നങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ എങ്ങനെ ബെറ്റർ ആക്കാനാണ് നിങ്ങൾ അതിനു വേണ്ടിയുള്ളതൊക്കെ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങാം. അബണ്ടൻസിലേക്ക് നിങ്ങൾക്ക് എത്തും എന്നാണ് യൂണിവേഴ്സ് ഓൾറെഡി നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ അവനവൻ്റെ ഡ്രീംസ് ഫോളോ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, മറ്റുള്ളവരെന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അതൊന്നും നോക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ സപ്പോസ് ഓഫീസിൽ നിങ്ങൾക്ക് കിട്ടേണ്ട അത് കിട്ടിയില്ല എന്ന് വിചാരിക്കൂ. ഓക്കെ, പ്രൊമോഷൻ കിട്ടിയില്ല, നിങ്ങളുടെ പ്രൊമോഷൻ വേറെ ആൾ കൊണ്ടുപോയി, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അവിടെ നിങ്ങൾ പഠിക്കാനുള്ള ഓക്കെ ഞാൻ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഞാൻ കുറച്ചുകൂടി വേറെ ശ്രമിക്കണം, വേറെ ജോലി ഞാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഇതിലും ബെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഞാൻ എങ്ങനെ നിന്നിട്ട് എന്താ ഞാൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കാം. എനിക്ക് ഫാമിലിയുടെ മുമ്പിലാണെങ്കിലും ശരി, അവിടെ നിങ്ങളുടെ ഒരു റെസ്പെക്റ്റ് കൊണ്ടുവരാൻ, അവരെ തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും പറയാൻ പോയിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങളുടെ റെസ്പെക്റ്റ് വർദ്ധിപ്പിക്കാൻ എന്താ വേണ്ടത്, നിങ്ങൾ എന്തെങ്കിലും സക്സസ് ആയിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കണം, നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ആ സക്സസ് മറ്റുള്ളവർ കാണട്ടെ. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളെ വാല്യൂ ചെയ്യും, അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ വാല്യൂ. ഓക്കെ,
അപ്പോൾ അതൊക്കെയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ പാഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് അവിടെ സംഭവിച്ചോട്ടെ. ഓക്കെ, നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് പറയാം. കാരണം എൻ്റെ കൂടെയുള്ളത് യൂണിവേഴ്സ്, ദൈവമാണ്, ക്രിയേറ്ററാണ്, നമ്മുടെ ഗോഡാണ്. ഏത് ദൈവത്തിനെ നിങ്ങൾ വിളിച്ചാലും ശരി, ആ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. യൂണിവേഴ്സ് എന്ന ഒരു ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, അപ്പോൾ അതുള്ളവരെ നിങ്ങൾ അതിലേക്ക് ഫുൾ ട്രസ്റ്റ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സംഭവിച്ചോട്ടെ. ആക്ച്വലി ഞാൻ എൻ്റെ റീസെൻറ്റ് കുറച്ച് കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. നമ്മൾ ഇവിടെ ഇരുന്നിപ്പോൾ പ്ലാൻ ചെയ്യും, ഓക്കെ അടുത്ത മാസം ഞാൻ അങ്ങനെ ചെയ്യും, അത് കഴിഞ്ഞാൽ അടുത്ത വർഷം ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വലിയ വലിയ പ്ലാനൊക്കെ ഇടും. പക്ഷേ യൂണിവേഴ്സ് നമ്മൾ നാളത്തെ ദിവസത്തേക്ക് വേറെന്താ വെച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. ഓക്കെ, അങ്ങനത്തെ അവസ്ഥകൾ വരാറുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്. ഒരു മിനിറ്റ്, താഴെ സൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, ദറ്റ് യൂണിവേഴ്സ് നമുക്ക് വേണ്ടി എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഇഷ്ടമുള്ളതെന്ന് മാത്രമല്ല, നിങ്ങളുടെ മുമ്പിൽ എന്ത് വഴി വരുന്നോ ആ വഴി, ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോവാം എന്ന് മാത്രമാണ്. നമുക്ക് അതാണ് ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയാം. സറണ്ടറിങ് ടു ദ യൂണിവേഴ്സ് എന്ന് പറയും. എന്താണോ യൂണിവേഴ്സ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് അത് ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ജീവിക്കാം. ലിവ് ഇൻ ദ ഹിയർ എന്നാണ് പറയാം. ഇപ്പോഴത്തെ മൊമെന്റ് മാത്രം നിങ്ങൾ ജീവിക്കാം. ഈ മൊമെന്റിൽ ഇപ്പോൾ നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മാറ്റർ. അതാണ് നിങ്ങളുടെ അടുത്ത മൊമെന്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക. അത് ആലോചിച്ച് നോക്കാം. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ റിസൾട്ടാണ് അടുത്ത മൊമെന്റിൽ നമുക്ക് വരിക. സോ ഇപ്പോഴത്തെ മൊമെന്റ് നമ്മൾ ബെസ്റ്റ് ആക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മുടെ എഫേർട്ട് ഇപ്പോഴത്തെ മൊമെന്റിൽ ഇടാം. ഓക്കെ, അങ്ങനെ ചെയ്തു പോകാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഒന്നുമില്ല എന്നൊന്നും തോന്നണ്ട. ഓക്കെ, ആരുമില്ല എന്ന് തോന്നണ്ട. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ആൻഡ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡേക്ക് മൈസർ കണ്ടീഷനിങ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട്ലിനെസ്. ഓക്കെ, എന്തായാലും ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നിങ്ങളുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ഒരു ഫേസ് വരുമ്പോൾ, ഓക്കെ, ടോട്ടൽ നമ്മൾ ആരും ഇല്ലാത്തൊരവസ്ഥ, തനിച്ചായി പോയൊരവസ്ഥ, ഓക്കെ, നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്നു, നമുക്കൊന്നുമില്ല ലൈഫിൽ എന്നൊക്കെ തോന്നി, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ നമ്മൾ ഒരു ബ്ലാക്ക് ഡാർക്ക് ഏരിയ, ഓക്കെ, നമുക്ക് ഒന്നുമില്ല എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥ. അതിനുശേഷം വരുന്ന എന്താണ്? മാറ്റമാണ്, ട്രാൻസ്ഫോർമേഷനാണ്. ഇതിങ്ങനെയാണ് വന്നത്. നേരത്തെ ഞാൻ ഇങ്ങോട്ട് വെച്ചു എന്ന് മാത്രം. സോ വന്നത് ഇങ്ങനെയാണ്. ഈ നത്തിങ്നെസ്സിന് ശേഷം ഓക്കെ, ഈ ഒരു ഫൈനൽ നമ്മൾ പറയില്ലേ, എന്താണ് പറയുക, വീണ് താഴെ പോയി അവസാനം അതിൽ നിന്ന് പിന്നെ നമുക്ക് മേലേക്കേ വരാനുള്ളൂ അല്ലേ? പിന്നെ എവിടേക്കാണ് പോകാൻ? താഴ്ന്ന് ഇനിയിപ്പോൾ പാതാളത്തിലേക്ക് പോയിട്ട് പാതാളത്തിനും പോയി പിന്നെ അതിൻ്റെയും താഴെ വേറൊന്നുമില്ല, പിന്നെ മേലേക്ക് തന്നെ വരണം എന്തായാലും അല്ലേ? സോ അബണ്ടൻസിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ഈ കഷ്ടകാലങ്ങൾ പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു വിഷമങ്ങളുടെ പീരീഡ് അത് നിങ്ങളെ തന്നെ മാറ്റാൻ യൂസ് ചെയ്യുക. അതിൽ നിന്ന് പഠിക്കുന്ന ലെസൺസ്, അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളെ തന്നെ മാറ്റാൻ നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ഒരുപാട് ചേഞ്ചസ് നിങ്ങളിൽ വരുത്താനുണ്ട്. ഓക്കെ, ആക്ച്വലി ഒരു കാര്യം ചെയ്ത് എടുക്കാം. ഈ ഡെക്കിന്ന് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താന്ന് നോക്കട്ടെ. യൂണിവേഴ്സ് എപ്പോഴും ഇത് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്നാണ്. ഏറ്റവും നടുവില്ല, ഞാൻ പറഞ്ഞില്ലേ, സെൻറ്റർ ഓഫ് ദ റീഡിങ്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയാണ്. നെഗറ്റിവിറ്റി, വെഡിങ്, നേരത്തെ പറഞ്ഞൊരു കാര്യം അല്ലേ? ഓക്കെ, നേച്ചർ, ഫ്രണ്ട്, നേരത്തെ ഇവിടെ ഒരു ഫ്രണ്ട്ലിനെസ്സിൻ്റെ കാർഡും ഉണ്ടായിരുന്നു. ഓക്കെ, ഹീലിംഗ്, പ്രഗ്നൻസി, ഓക്കെ, ചിലവർക്ക് സോറി പോകുന്നുണ്ട്, മോട്ടിവേഷൻ ആൻഡ് ഫ്ലൈ. ഓക്കെ, ഇരിക്കട്ടെ. ഗാർഡിയൻ, ഡൗട്ട് വേണ്ട നിങ്ങൾക്ക്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് എന്തോ സർപ്രൈസ് തരാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് മൈ ഗോഡ്, സെയിം കാർഡ്സ് വരുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും, നിങ്ങൾക്കറിയാലോ. ഓക്കെ, അപ്പോൾ അബണ്ടൻസിൻ്റെ കാർഡ് ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. സോ യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമില്ലാതെ ആക്കി വിടും നമ്മൾ വിചാരിക്കും കഴിഞ്ഞു, ഇനി ഒന്നുമില്ല ബാക്കി എന്ന് വിചാരിക്കും. ആ ലെവൽ വരെ നമ്മളെ കൊണ്ട് എത്തിക്കും. പക്ഷെ അവിടുന്ന് പിന്നെ മേലേക്ക് നമ്മളെ കൊണ്ടുവരും തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് യൂണിവേഴ്സ് എന്തോ വെച്ചിട്ടുണ്ട്. ആക്ച്വലി പറയേണ്ടതെന്നായിരിക്കും, ചിലപ്പോൾ നിങ്ങളെ അറിയിക്കാതെ ചെയ്യാണ്. ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയുന്ന നെഗറ്റിവിറ്റി റിലീസ് ചെയ്ത് വിടാം. എനിക്ക് ആ നെഗറ്റിവിറ്റി മനസ്സിൽ നിന്ന് റിലീസ് ചെയ്ത് വിടാം. എല്ലാം പ്രശ്നങ്ങളാണ്, ടെൻഷനാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ദൈവത്തിനെ വിളിക്കാം, നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, ആ പ്രാർത്ഥനകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്തു വരാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എന്ത് തന്നെ ഉണ്ടെങ്കിലും ശരി. ഇപ്പോൾ ഇവിടെ വെഡ്ഡിങ് ആൻഡ് പ്രഗ്നൻസി കാണുന്നുണ്ട്. ചിലവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നം, ഓക്കെ, ചിലവർക്ക് മാരേജ് ഡ്രീം ഉണ്ടാവാം. ഓക്കെ, മാരേജ് നടക്കും എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് പ്രഗ്നൻസി, കുട്ടികൾ അങ്ങനത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും വരും. ഓക്കെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നടക്കും എന്ന് പറയാം. ഓക്കെ, അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ.
അല്ലാത്തവർക്ക് ഇവിടെ നമ്മൾ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു പുതിയ തുടക്കം നമ്മുടെ ലൈഫിൻ്റെ, ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ എന്ന് പറഞ്ഞ പോലെയുണ്ട്. ഓക്കെ, സോ അതും ഒരു ഇൻഡിക്കേഷനാണ്. ആൻഡ് നേച്ചർ, നിങ്ങൾ കുറച്ച് സമയം നേച്ചറിലൊക്കെ സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അതായത് പുറത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ചിലപ്പോൾ മടി പിടിച്ചൊക്കെ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് കുറച്ചുകൂടി നിങ്ങൾ പുറത്ത് നേച്ചറുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവുക എന്നാണ്. നല്ല റിലാക്സിങ് ആയിട്ട് ചെടികളും പൂക്കളും എന്താ പറയുക പുഴയുടെ സൈഡിലോ ഒക്കെ പോയി ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് നേരം അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുക. അത് നിങ്ങളെ വളരെയധികം റിലാക്സ്ഡ് ആക്കും. ഓക്കെ, നല്ല റിലാക്സ്ഡ് ഫീൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സ് പോസിറ്റിവിറ്റിയിലേക്ക് വരും. ഓക്കെ, ആൻഡ് ഫ്രണ്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഫ്രണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അതായത് മേ ബി നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ഫ്രണ്ട് വരും എന്നായിരിക്കാം. ഓക്കെ, ആൻഡ് ഇത് പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുന്നില്ല. സോ നല്ലൊരു ഫ്രണ്ട് വരാനുള്ള സാധ്യതയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, സോൾമേറ്റ് കാർഡായിരിക്കാം ഇത്, നമുക്ക് സോൾമേറ്റ് ആയിട്ട് എടുക്കാം. സോ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ അവനവന് ആക്ച്വലി ബെസ്റ്റ് ഫ്രണ്ട് ആവുക. ഓക്കെ, ഹീലിംഗ്, നിങ്ങളുടെ ലൈഫിൽ ഹീലിംഗ് വരും എന്നാണ് പറയുന്നത്. ആൻഡ് മോട്ടിവേഷൻ ആൻഡ് ഫ്ലൈ. ഓക്കെ, നിങ്ങൾ അവനവനെ മോട്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആ മോട്ടിവേഷൻ നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, എങ്ങനെയാണ് അവനവനെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ ആക്ച്വലി അങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഫ്ലൈ എന്നാണ് പറയുന്നത്. നിങ്ങൾ പറക്കും എന്ന രീതിയിൽ, പറക്കും എന്ന് പറയുമ്പോൾ ലൈക്ക് അത്രയും നിങ്ങൾ സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, സോ ഗാർഡിയൻസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ക്രിയേറ്റർ, യൂണിവേഴ്സ്, ഗാർഡിയൻസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, അവർ നിങ്ങൾക്ക് എന്തോ വേണ്ടി സർപ്രൈസ് കരുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അത് സർപ്രൈസ് പൊളിച്ചുകൂടെ. ഓക്കെ, എല്ലാവരും ഇത് ഞാനിങ്ങനെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ എല്ലാവരും പറയും ഞാൻ വെറുതെ പോസിറ്റീവ് പറയാം. അങ്ങനെയല്ല, നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ യെസ് എനിക്ക് സാധിക്കും, എനിക്ക് മാറ്റം വരും, എൻ്റെ ലൈഫിലും മാറ്റം വരും, എനിക്കും നല്ലത് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നെങ്കിലും നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു പോസിറ്റീവ് വൈബ്, ഓക്കെ, അത് നിങ്ങളിലേക്ക് കൂടുതൽ പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും. അതും കൂടിയാണ് ഉദ്ദേശം. നമ്മുടെ ആ ഒരു മോട്ടിവേഷനാണിത്. ഓക്കെ, നമ്മുടെ ലൈഫിൽ യെസ് നല്ലത് വരും, യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്, ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, എത്ര നെഗറ്റീവ് വരാതിരിക്കില്ലല്ലോ, നെഗറ്റീവ് വരുമ്പോൾ പക്ഷെ അതിൽ നിന്ന് യെസ് അടുത്തത് നമുക്ക് നെക്സ്റ്റ് പോസിറ്റീവ് ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.